CPM-ന് അണികൾ ഒരുപാടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉണ്ട് ജീവൻ ഇപ്പൊ കുറവാണ്. ഞാൻ പറഞ്ഞത് ഈ DYFI SFI ഒക്കെ പിള്ളേർ സെറ്റാണ്. ഇവരെല്ലാം ഇറക്കി വിട്ട് ഒരു വല്ലാത്ത സമരാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് CPM-ന് അല്ലെങ്കിൽ LDF-ന് ഭയങ്കരമായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരിക്കൽ പോലും നമ്മൾ നേതാക്കളുടെ മക്കളെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ED അന്വേഷണത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലും ഒക്കെയും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതാരെയാ? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി മുമ്പിൽ തന്നെ ഒരു ചുമന്ന ഷർട്ട് ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുറേ പ്രാവശ്യം അദ്ദേഹത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യണമെന്ന് അപേക്ഷ 3 പ്രാവശ്യം വെച്ചിട്ടും അപേക്ഷ റിന്യൂ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് സമരം മുഖത്തിലേക്ക് ഇറങ്ങി ജയ് ജയ് ഇൻഗുലാബ് എന്നൊക്കെ വിളിച്ച് ബഹളം കൂട്ടിയുടെ ആ നിമിഷത്തില് അവരങ്ങോട്ട് ഷീട്ട് കൊടുത്തു മെമ്പർഷിപ്പിന്റെ. പക്ഷെ ഇവരൊക്കെ പഠിച്ചതും ഒക്കെ ചെയ്യുന്നതും പ്രജിത പറഞ്ഞ കാര്യം മനസ്സിലാക്കി. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ വെറുതെ പ്രജിത പറഞ്ഞില്ല SFI DYFI ഒക്കെ അല്ല, ബേബി സഖാവിന് ഡൽഹിയിൽ വെച്ച് എന്തായിരുന്നു അവിടെ കാട്ടിക്കൂട്ടി വെപ്രാളങ്ങള്, ജാഥയിൽ പങ്കെടുത്ത്. പിന്നെ നമ്മുടെ കൈരളി TVയുടെ ബ്രിട്ടാസണ്ണൻ, പൊട്ടാസണ്ണൻ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ പറയുന്നില്ല, നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? എല്ലാ നേതാക്കന്മാരും ഗോവിന്ദൻ ഡ്രില്ല് മാസ്റ്റർ ഉൾപ്പെടെ ഡ്രില്ല് പോലെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കുറെ ബീറ്റൺ ട്രാക്കാണ് പലരും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഇവർക്ക് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി സഖാവിന് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഇരട്ടച്ചങ്കത്വം വീണ്ടെടുക്കുവാൻ വേണ്ടി കാട്ടിക്കൂട്ടൊരു വീരശൂര പരാക്രമനെ പറയുന്നുള്ളൂ. നമ്മുടെ സജി ചെറിയ ഉണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയെ തന്നെ വെല്ലുവിളിച്ച് വളരെ പ്രശ്നങ്ങളിലെത്തിയ അദ്ദേഹം പറയണ 9 മണിക്കൂർ പിണറായിക്ക്, പാവപ്പെട്ട മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഈ അസുഖബാധിതനാണ്, പ്രായാധിക്യമൊക്കെ ഉണ്ട്, മൂത്രമൊഴിക്കാൻ പോലും വിട്ടില്ല എന്ന് പറയുക ചുമ്മാ. എന്റെ പിണറായി അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, എന്തിനാ എന്നോട് ചെയ്യുന്ന പറയുന്നത്. പിണറായി എന്നിട്ട് ക്യാമറയിൽ ഒന്നറിയാം എന്നെ അവര് കണ്ടുപോലും ഇല്ല. മോളോട് ചോദിക്കാൻ, മോളാണെങ്കിൽ അച്ഛനെ ഒരു മറയാക്കിയിട്ട്, ഇരുമ്പ് മറയാക്കിയിട്ട് അച്ഛന്റെ കൂടെ എവിടെ പോയാലും, മരുമക്കത്തായം പിന്തുടരുന്ന കുടുംബമാണ്. മരുമക്കത്തായത്തിൽ പെൺകുട്ടികൾക്കാണ് കൂടുതൽ അവകാശം, അവർ വീട്ടിലാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ആര് കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്നാണ് മോളുടെ നടപടി. നല്ല കാര്യമാണ് കേട്ടോ, സ്ത്രീകൾക്കൊരു അഭിമാനമൊക്കെ ഉണ്ടാവില്ല, സ്വന്തം വീട്ടിൽ അവർ താമസിക്കുന്നു. അപ്പം മകളെ അതായത് ഇന്ററോഗേറ്റ് ചെയ്യണമെങ്കിൽ, മകളുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ പോലീസിനോ EDക്കോ NIക്കോ എവിടെ പോകാൻ പറ്റും? അവരുള്ള സ്ഥലത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങേര് ഒരു ഇരുമ്പ് മറയായിട്ട് ഇരുന്നു എന്നും പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ പിണറായി തന്നെ വന്നിട്ട് ചിരിച്ചുകൊണ്ട് കുറേ വർഷങ്ങൾ കൂടി ആദ്യമായിട്ട് മീഡിയയെ നോക്കി ചിരിക്കുന്ന, പറ്റിച്ചേ എന്നും പറഞ്ഞ് ചിരിക്കുന്ന ഒരു പിണറായിയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. അപ്പൊ സജി ചെറിയാൻ അദ്ദേഹത്തെ മൂത്രമൊഴിക്കാൻ വിട്ടില്ല, പക്ഷെ അദ്ദേഹം ആവശ്യത്തിന് മൂത്രമൊഴിച്ചു, ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നാച്ചുറലി മൂത്രം പോയല്ലോ. അപ്പൊ കുട്ടി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, വിവേക് എന്നാണ് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ. അദ്ദേഹം ഇപ്പോ നല്ല കുട്ടിയെ നല്ല വെൽത്തി ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് സെറ്റിൽഡ് ആണ് ദുബായിൽ. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് യോഗ്യത അറിയോ? അറിയില്ല. അത് കുറെ അധികം ഉണ്ട് യോഗ്യത കേട്ടോ. പക്ഷെ അതിനൊക്കെ മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യം, SCMS കോളേജിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം കളമശ്ശേരി, അത് എറണാകുളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കളമശ്ശേരിയിൽ SCMS എന്ന് പറഞ്ഞ ഒരു സ്വാശ്രയ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ വെറുതെ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു, ഓരോ നേതാക്കന്മാരുടെ മക്കൾ എവിടെ നിന്നൊക്കെ പഠിച്ചു എന്ന്. അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന ഒരു മാന്യദേഹനെ വിളിച്ചു. എന്തറിഞ്ഞിട്ടാണ് മാഡം ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നത് പറയൂ. എൻ്റെ സഹപാഠിയായിരുന്നു. അദ്ദേഹം അവിടെ ഇവിടെയുള്ളൊരു കോഴ്സ് തോറ്റ് കിടന്നിട്ട് സിൻഡിക്കേറ്റ് കൂടി ഒരു സ്പെഷ്യൽ സാങ്ഷൻ വെച്ചിട്ടാണ് 3ാം ക്ലാസ്സിൽ പഠിപ്പിച്ച് പാസ്സാക്കി വിട്ടത്. പുഷ്പനെ അറിയാമോ? അറിയാമോ? എങ്ങനെ അറിയാം? സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം അത് കൊണ്ടുവരുന്നതിനെതിരെ വലിയ പ്രതിഷേധം കൂത്തുപറമ്പിൽ നടക്കുമ്പോൾ വെടിയേൽക്കുകയും കിടപ്പിലായി പോവുകയും ഒടുവിൽ ഇപ്പോ മരണപ്പെട്ടു പോവുകയും ചെയ്ത പുഷ്പ. ഇവര് പാട്ടുണ്ടാക്കിയത് അറിയാമോ? നമുക്ക് എന്റെ കൂടെ ഒരുമിച്ച് പാടിയാലോ? പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. അതിന് ഞാൻ തിരുവാതിരകളിയൊന്നും കളിക്കൂല കേട്ടോ. അത്രയും ഒരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ചേച്ചി എന്നുള്ള നിലയിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് പറയുന്നത്. സ്വാശ്രയ കോളേജുകൾ ഇവിടെ വേണ്ട എന്നും പറഞ്ഞ് സമരം നടത്തിയതിനെ തുടർന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് മരണം വരെ ബെഡ്രിഡൻ ആയിരുന്നു, പാരലൈസ്ഡ് ആയിരുന്നു. എന്നിട്ട്
ഈ പിണറായി സഖാവ് ഇപ്പോഴത്തെ വീണ തൈക്കണ്ടി ഉണ്ടല്ലോ, എല്ലാത്തിനും കാരണഭൂതയായ മകൾക്ക് വേണ്ടി മാതാമൃതാനന്ദമയത്തിന് ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പുച്ഛം ദൈവമേ ഇല്ലല്ലോ, പിന്നെ ആൾ ദൈവങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അമൃതാനന്ദമയിയുടെ കോയമ്പത്തൂരല്ല, ആ സ്ഥലത്തിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, കോയമ്പത്തൂരുള്ള കോളേജിലാണ് പഠിപ്പിച്ചത്. ബെർലിൻ കുഞ്ഞനന്ദൻ എന്നും പറഞ്ഞ ഇതിലൊരു അനുഭാവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി, ഇദ്ദേഹം ഈ കുട്ടി ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതിയിട്ടില്ല, വിളിച്ചു വരുത്തി പാലക്കാട് നിന്ന് കാറിൽ കൊണ്ടുപോയി അഡ്മിഷൻ മേടിക്കുന്ന സമയത്ത് ഇദ്ദേഹവും കൂടി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പറഞ്ഞു. ഏത് ക്ലാസ്സിൽ ഈ കുട്ടി പാസ്സായി എന്നറിയില്ല, എന്തൊക്കെ ആയിക്കോട്ടെ ആ കുട്ടി അത് പാസ്സായി. അപ്പോൾ സ്വാശ്രയത്തിന് വേണ്ടി ഒരാളെ അവിടെ എന്താണ് പറഞ്ഞ് പാരലൈസ്ഡ് ആയിട്ട് പ്രായനായിട്ട് കിടത്തിയിരിക്കുന്നു. സ്വന്തം മകൾക്കും മകനും വേണ്ടി ഇദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോയി സ്വാശ്രയ കോളേജുകളിൽ വിദ്യാഭ്യാസം നടത്തുന്നു. അത് കഴിഞ്ഞ് മൂത്ത മകൻ പാസ്സായത് എവിടെ നിന്നാണെന്ന് അറിയാമോ? എവിടെന്നാ? എല്ലാത്തിനും ആന്ന് പറയുന്നുണ്ടല്ലോ, എവിടെന്നാന്ന് പറയൂ. ഞാൻ പറയാം, കന്നഡ വെച്ച് നോക്കി പറയാം കേട്ടോ. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഓർ മാനേജ്, അത് തന്നെ അറിയില്ല എന്താണ് പഠിച്ചേക്കണെന്ന്, ഇത് കമ്പയർ ചെയ്തിരിക്കുന്നത് കിട്ടുന്നില്ല. മാനേജ്മെന്റ് ഡിഗ്രി അറ്റ് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി UK. എൻ്റെ പ്രജിത, നമ്മളുടെ രാഹുൽ ഗണ്ഡിയും രാജീവ് ഗണ്ഡിയൊക്കെ എവിടേക്കൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും ഇതൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് അണ്ടർ പ്രിന്റിംഗ് എന്നാണ് പറയണത്, ഇപ്പോഴും പാസ്സായിട്ടില്ല. അതുപോലെ ഇവരുടെ ആരുടെയും തന്നെ ഒരു ഡിഗ്രി, വാലിഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അവരവിടെ പഠിച്ചിരിക്കുന്നു. പിന്നെ പിണറായി സഖാവിൻ്റെ മകൻ എന്ന നിലയിൽ നല്ല കാശുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചനും പല കാര്യങ്ങളിലും ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സംസാരത്തിൽ അത് വരാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ മൂത്ത മകനെ സെറ്റിൽഡായി. ഇത്രയും സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. വീണയുടെ പേര് നമ്മൾ കേൾക്കാൻ കാരണം എന്താ? ഈ കുട്ടി ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുട്ടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഇങ്ങനെ പാസ്സായി ഒരു കോഴ്സ് പോലും, അതായത് എൻട്രൻസ് ടെസ്റ്റ് ഒന്നും എഴുതാണ്ട് അഡ്മിഷൻ നേടി ജയിച്ചില്ലയോ എന്ന് നമുക്ക് എല്ലാ കുട്ടിക്ക് എന്തുമാത്രം ബുദ്ധി ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ അത്രയ്ക്ക് ബുദ്ധി ഉണ്ടാവും. ജസ്റ്റ് പാസ്സായിട്ട്, അല്ലെങ്കിൽ പിണറായി സഖാവിൻ്റെ മകളെല്ലാം വിചാരിച്ച് പാസ്സാക്കിയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. അതല്ല നമ്മളുടെ വിഷയം. പക്ഷേ രവി പിള്ള എന്ന് പറഞ്ഞൊരു വലിയ മുതലാളിയുടെ കമ്പനിയിൽ CEO ആയിരുന്നു. CEO എത്ര വർഷത്തെ പ്രവർത്തന പരിചയം വേണം, എന്തുമാത്രം ഇന്റലിജന്റ് ആയിരിക്കണം. ഒരു കമ്പനിയുടെ CEO എന്ന് പറയുമ്പോൾ ആ കമ്പനി മുഴുവൻ ക്യാരി ചെയ്യുന്നത് ആ വ്യക്തിയാണ്. ഈ കുട്ടി അദ്ദേഹത്തിന്റെ കമ്പനിയുടെ CEO ആയിരുന്നു എന്ന് പറയുമ്പോൾ അതും രവി പിള്ള നമ്മൾക്ക് അദ്ദേഹത്തിന് കിട്ടിയ അല്ലെങ്കിൽ കിട്ടാൻ ഇടയുള്ള കാര്യങ്ങൾക്ക് ഉപകാരസ്മരണ പിണറായിയോടെന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ പെൻഷൻ തുകയൊക്കെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു കമ്പനി AKG സെന്ററിന്റെ അഡ്രസ്സിൽ തുടങ്ങിയിരിക്കുന്നത്. ആദ്യം മുതൽ പൊരുത്തക്കേടുകളുണ്ട്. അപ്പം നമ്മളുടെ വിഷയം അതല്ല, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. നമ്മളുടെ നേതാക്കന്മാരുടെ വീണയാവട്ടെ അല്ലെങ്കിൽ മകൻ വിവേക് കിരൺ ആവട്ടെ ഒരു സമരത്തിൽ പോലും പങ്കെടുക്കുകയോ വെയിൽ കൊള്ളുകയോ അടി കൊള്ളുകയോ ഇടി കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീണയ്ക്ക് വേണ്ടി പിണറായിക്ക് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടിയില്ല, പാർട്ടിക്ക് അതിൽ ബന്ധമേ ഇല്ല. നമ്മൾ തുടങ്ങിയത് ബിനീഷ് കൊടിയേരിയെ വെച്ചിട്ടാണ്. ബിനീഷിന്റെ അച്ഛൻ കൊടിയേരി എന്താ പറഞ്ഞാൽ അവർക്കൊരു പ്രോബ്ലം വന്നപ്പോൾ അത് കോടതി അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ മകൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ ഒരു ആർജവം പിണറായി കാണിക്കുന്നത്. എല്ലാവരെയും ഇറക്കി വിടുക ചെയ്യുന്നത്. നിങ്ങൾ പോകൂ, അവരെ ഉപദ്രവിക്കൂ, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥന്മാരുടെ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾ തടസ്സം നിൽക്കുമെന്നും പറഞ്ഞ് അവരെ റോഡിലിറക്കി. ഇവരൊക്കെ ആർക്കും ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടില്ല എന്നാണ്, കിട്ടില്ല, ജാമ്യം ഇല്ല എന്നാണ് അറിയുന്നത്. ED വേണമെങ്കിൽ ഈ കേസ് കൊണ്ട് ഡൽഹിയിൽ വെക്കും, അല്ലെങ്കിൽ അവർ കൊണ്ട് ചെന്നൈയിൽ വെക്കും. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ ചപ്പാത്തിയും ദാൽക്കറിയും നമുക്ക് അധികം നാൾ കഴിക്കാൻ പറ്റില്ല. അവരുടെ നോർത്ത് ഇന്ത്യക്കാരുടെ സ്റ്റേപ്പിൾ ഫുഡാണ്. കഴിച്ച് മതിയാകുമ്പോൾ ഇവര് പറയും ചോറെന്ന് പറയും. അപ്പൊ ഇവരെന്ത് ചോദിക്കും? ചോറാണ്, കള്ളനാണ്. അങ്ങനെയൊക്കെ ആലോചിച്ച, പക്ഷെ അവരുടെ ജീവിതത്തെ കുറിച്ച് പോയില്ലേ, അവരുടെ ജീവിതം ശരിക്കും പറയുകയാണെങ്കിൽ എത്ര വർഷം. ഇപ്പൊ പിണറായിക്ക് ഭരണമില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പരോളെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷെ പരോള് പോലും ഇല്ലാണ്ട് ഈ കുട്ടികൾ എത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മുടെ വലിയ ഒരു സാമ്പത്തിക വിദഗ്ധനുണ്ട്, ഇന്റലക്ച്വൽ ഫേസ് ഓഫ് CPM എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികൾ പറഞ്ഞല്ലോ കൃത്യമായിട്ട് 100 points. ഓക്കെ, ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ മകളുടെ പേരെന്താണ്? അതറിയില്ല. സാറ ഐസക് എന്നാണ് പേര്. ആ കുട്ടി പഠിച്ചിരിക്കുന്നത് BA ഇൻ സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ്, യൂണിവേഴ്സിറ്റി ഓഫ് മിസിസിപ്പി എന്നാണ് പാസ്സായിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ
പാരാലീഗൽ സ്റ്റഡീസ്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പാരാലീഗലിലേക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന അറിഞ്ഞൂടാ, അതെന്തായാലും ചെയ്തു ടെക്സാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ PhD ഇൻ സോഷ്യോളജി NYU ന്യൂയോർക്ക്. ആ കുട്ടിയും വളരെ വെൽ സെറ്റിൽഡ് ആണ്. ഈ കുട്ടിയെ കാണാൻ വേണ്ടി അച്ഛൻ ഐസക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ടെന്നല്ലാണ്ട് ആ കുട്ടി ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഷീസ് ഓൾസോ വെൽ സെറ്റിൽഡ്. അപ്പം 3 പേരുടെ കാര്യം, നമ്മൾ 3 മക്കളുടെ കാര്യം പറഞ്ഞു. SFIക്കാർ ഒരു പെൺകുട്ടിയെ ഞാൻ കാണുകയായിരുന്നു, എൻ്റെ ഉടുപ്പ് പിടിച്ച് വലിച്ചു കീറല്ലേ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? വീണ വിജയൻ ഒരു പൊടി വെയിൽ കൊണ്ടിട്ടുണ്ടോ? വെളുത്ത് തുടുത്താനിരിക്കുന്ന മുഖം, ഒരു സൺ ടാനോ ഒന്നും മുഖത്തില്ല. അങ്ങനെ ഒരു മകൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് വെയിൽ കൊണ്ട് പോലീസിൻ്റെ അടി കൊണ്ട് ഇനി ജയിലിൽ പോയി കിടന്ന ആർക്ക് പോയി? നൊന്തുപെറ്റ അമ്മയ്ക്കും ആ കുട്ടിയെ വളർത്തി വലുതാക്കാൻ കഷ്ടപ്പെട്ട അച്ഛനും പോയി, സ്വന്തം ജീവിതവും പോയി. അത്ര തന്നെ ഉള്ളൂ. ഇനി നമ്മളുടെ നാലാമത് കിടക്കുന്ന ആരാ? ബിനോയ് സഖാവിൻ്റെ മകനാണ് കേട്ടോ. സൂര്യ വിശ്വം, ലോ ഡിഗ്രി ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക്. കാശ് എത്ര ഇറങ്ങും മോളെ? എന്നെ ഒരു ദിവസം, ഒരു ആഴ്ചയിൽ 3 ഇന്നലെ വൈകുന്നേരം കൂടെ എനിക്ക് കോൾ ഉണ്ടായിരുന്നു. കാനഡയിൽ പഠിക്കാൻ പോയി 10, 35, 40 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ പെർമനൻറ്റ് PR കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും മാഡം അവിടെ ആരെങ്കിലും അറിയാമോ ഇന്ന ഫീൽഡിലും? എനിക്കറിയില്ല, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെയൊക്കെയാണ് സാധാരണക്കാരുടെ മക്കൾ പോകുമ്പോൾ ഈ നമ്മുടെ ഭരിക്കുന്ന CPM പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കൾക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിവയ്ക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടി? $5,000 ഓരോ സെമസ്റ്ററിലും അവരുടെ ഫീസ്. രൂപ എത്രയായി? $5,000 എന്ന് പറഞ്ഞാൽ, $6,000 എന്ന് പറഞ്ഞാൽ 100 രൂപ വെച്ച് കൂട്ടിയാൽ രൂപ എത്രയായി? 6 ലക്ഷം രൂപ സെമസ്റ്റർ ഫീസാണ് ഈ പറയുന്നത്. ഈ അച്ഛന്മാർക്ക് അത് കൊടുക്കാനുള്ള പൈസയുണ്ടോ? അതില്ലാത്തത് കൊണ്ടാണ് കിമ്പളങ്ങൾ മേടിക്കുന്നത്. ഓരോരുത്തരുടെയും ഡയറിയിൽ അച്ഛന്മാരുടെ പേര് എഴുതി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കുട്ടിയും വെയിൽ തുടങ്ങിയിട്ടില്ല, നല്ല അവിടെ പോയിട്ട് സുഖമായിട്ട് പഠിച്ചു, നല്ല ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മളുടെ ഡൽഹിയിലെ ഇരുന്നുകൊണ്ട് CPM ഇപ്പോൾ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ പേര് പറയൂ കുട്ടി. MA ബേബി. കറക്റ്റ്. എല്ലാം അറിയാട്ടോ. MA വാവ. അദ്ദേഹം ബേബിയുടെ മകൻ ബേബി, അതായത് അശോക് ബെറ്റി നെൽസൺ. അദ്ദേഹം പഠിച്ചിരിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയമാണ്. ഇറ്റ്സ് ഓക്കെ. അദ്ദേഹം ബേബി MP ഒക്കെ ആയിരുന്ന സമയത്ത് കിട്ടിയതായിരിക്കും. ഡൽഹിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ഫ്രം SAE ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ. കേരളത്തിലേക്ക് കാലുകുത്തിച്ചിട്ടില്ല ഇവരാരും മക്കളെ. കാരണം കേരളത്തിലെ പോലെ കലാപകലുഷിതമായൊരു വിദ്യാഭ്യാസ രംഗമില്ല എല്ലാം കൊണ്ടും. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് പുവർ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സിലബസ് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് പഠിക്കണ കാര്യം കൃത്യമായി പഠിക്കുകയായിരുന്നു. 645, 647 മാർക്ക് വെച്ചായിരുന്നു SSLCക്ക്. അന്ന് റാങ്ക് കിട്ടിയത് 500 കിട്ടിയ ആൾക്കാർ. ഇപ്പം 600-ൽ 610 കിട്ടുന്നത്. 5 മാർക്ക് മതിയെന്ന്. ഈ ഇടയ്ക്ക് എന്നോടൊരു മാഡം പറയായിരുന്നു, 5 മാർക്ക് നമ്മൾ എഴുതിയെടുത്താൽ മതി, 10 മാർക്ക് സ്കൂളിൽ കൊടുക്കും, എല്ലാം കൂടെ ചുറ്റിക്കറക്കി 35 മാർക്ക് എല്ലാം കൂടെ ചേർത്ത്. അങ്ങനെ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വന്തം പേര് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ പഠിപ്പിക്കാത്ത നല്ല നല്ല കോളേജുകൾ പുറത്ത് പഠിപ്പിക്കുന്നു. അവരുടെ അവർക്കുള്ള കോൺടാക്ട്സ് വെച്ച് നല്ല ജോലികളിലേക്ക് ആക്കി കൊടുക്കുന്നു, വെൽ സെറ്റിൽഡ് ആക്കുന്നു. ഇനി 1ാം കല്യാണമാണെങ്കിലും 2ാം കല്യാണമാണെങ്കിലും അതും ഭംഗിയാക്കി നടത്തുന്നു. അവരുടെ കുടുംബം സെറ്റിൽഡാക്കി കൊടുക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരായ ഒരു അച്ഛൻ തലമുറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് പറഞ്ഞു. ഇനിയാണ് കിടക്കുന്നത് EP ജയരാജൻ സഖാവിൻ്റെ മകൻ്റെ പേരാണ് PK ജെയ്സൺ. അദ്ദേഹം എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? റൈസ് യൂണിവേഴ്സിറ്റി ടെക്സാസ് USA ആൻഡ് IIT മദ്രാസ് ചെന്നൈ. അവിടെയാണ് അദ്ദേഹം പഠിപ്പിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ജെയ്സൻ്റെ. ഇനിയിപ്പോൾ ഇത്രയും ഞാൻ 6 പുരുഷന്മാരുടെ പേര് വായിച്ചു. ഇനി ഒരു സ്ത്രീയുടെ പേര്, പക്ഷെ സ്ത്രീയിലാണെങ്കിലും മുമ്പിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ തന്നെയാണ്. നമ്മൾ ഡോക്ടർ R ബിന്ദു മാഡം ഇല്ലേ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇരിങ്ങാലക്കുട എന്നുള്ള MLA ആയിരുന്നു. അവർ വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഡെസിഗ്നേഷനെ സംബന്ധിച്ച് പ്രൊഫസർ എന്ന് പറയുമായിരുന്നു. അങ്ങനെ പ്രൊഫസർ അല്ല, അതങ്ങനെ കിട്ടുന്നല്ല, ഒരു വലിയൊരു ഇത് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ്, മാഡത്തിൻ്റെ ഭർത്താവാണ് A വിജയരാഘവൻ. അവരുടെ മകൻ്റെ പേരാണ് V ഹരികൃഷ്ണൻ. അദ്ദേഹം പഠിച്ചിരിക്കുന്നത് JNUവിൽ നിന്നാണ്, ന്യൂഡൽഹിയിൽ നിന്ന്.
പറഞ്ഞു വരുന്നത് ഇവരെ ആരെയും കേരളം തൊടിയിപ്പിച്ചിട്ടില്ല. കേരളത്തിന്റെ തീരങ്ങളിലൂടെ ആഞ്ഞടിക്കാൻ പോകുന്ന ചുഴലിക്കാറ്റെന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിന്റെ തീരത്തുകൂടെ ഒന്നും ഇവര് പോയിട്ടില്ല. ഇവര് കേരളത്തിന്റെ തീരം വിട്ടുപോയി അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം നേടിയെടുത്തു. ഇനി വിദ്യാഭ്യാസം നേടാൻ നേരത്തെ പിണറായിയുടെ മക്കളെ കുറിച്ച് പറഞ്ഞ പോലെ അതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ ബുദ്ധി ഉണ്ടാക്കിച്ചെടുത്ത് സിൻഡിക്കേറ്റിനെ കുറിച്ചും സെനറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ വെൽ സെറ്റിൽഡ് ആക്കി. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. സ്വന്തം മക്കളെ തീരത്തണിയിക്കാൻ, കൂടണിയിക്കുവാൻ നിങ്ങളുടെ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾ ജയിലിൽ പോയി ചോർ ചോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അടി കൊള്ളേണ്ട ആവശ്യമില്ല. ആ അടിയുടെ വേദന കാണിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആ ഉന്തും തള്ളും ഒരു ബുള്ളറ്റ് വീഴാണെങ്കിൽ പുഷ്പനെ അറിയാമോ എന്ന് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നാലും നിങ്ങൾക്കത് കേട്ട് കിടക്കാനേ പറ്റില്ല. എൻ്റെ പ്രജിത, ഒരു ദിവസം മഹാരാജാസ് കോളേജിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക, അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറയാം, അയ്യോ എനിക്കിവിടെ പഠിക്കണ്ട, എനിക്ക് അഭിമന്യു ചേട്ടനെ പോലെ മരിക്കണ്ട. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫംഗ്ഷന് കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അഭിമന്യു ശവകുടീരത്തിൽ കിടന്ന് എരിപിരി കൊള്ളുകയായിരിക്കും. സ്വന്തം സർക്കാർ 10 കൊല്ലം ഭരിച്ചിട്ട് അവനെ കൊന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? കണ്ണടച്ചിട്ടല്ലേ? ആ പച്ച ഷർട്ടിട്ട് പച്ച സ്വെറ്ററിട്ട് അഭിമന്യുവിൻ്റെ അമ്മ മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്വന്തം മകൻ്റെ ശരീരത്തിലേക്ക് വീണ് കിടന്ന് ഞാൻ നൊന്തു പെറ്റ മകനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് കരഞ്ഞത് എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല. ആർക്ക് പോയി? 3.5 കോടി രൂപയൊക്കെയാണ് ആ അഭിമന്യുവിനെ വിറ്റ് കാശാക്കി ബക്കറ്റ് പിരിവ് നടത്തി SFIക്കാർ ഉണ്ടാക്കിയത്. 35 ലക്ഷം രൂപയുടെ ഒരു വീടാണ് അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് അവിടെ വച്ചു കൊടുത്തത്. ഇപ്പം മരിച്ചല്ലോ നിതിൻ രാജ്, ഡെന്റൽ വിദ്യാർത്ഥി. ആ കുട്ടിക്കും ഒരു വീട് വെച്ചു കൊടുത്തു. മക്കളെ കൊന്നിട്ട് വീട് കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളുടെ പുരാണങ്ങൾ അനുസരിച്ച് പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം മറക്കാൻ ഒരു വീടിനും കഴിയില്ല പ്രജിത. ഇവർ കൊടുക്കുന്ന ഒരു കാശിനും കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്ന പുഷ്പനോ അല്ലെങ്കിൽ അഭിമന്യോ കരയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അവർ കരയുക തന്നെയായിരിക്കും. അവരുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ അച്ഛന്മാരാവുന്നു, നല്ല ജോലികളിലെത്തുന്നു, കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചെടുക്കുന്നു, നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആ ശവകുടീരത്തിൽ വീർപ്പ് പൊട്ടി കരയായിരിക്കും. അത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. ഇനിയൊരു കുട്ടിയെ ശവകുടീരത്തിലേക്ക് തള്ളിവിടാനിരിക്കാനുള്ള ഒരു ആത്മാർത്ഥതയോ ഒരു മനസ്സാന്നിധ്യമോ SFIക്കാരും അവര് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരെ യുദ്ധമുഖങ്ങളിലേക്ക് അയക്കാതിരിക്കാനായിട്ട് പടുവൃദ്ധന്മാരായ നേതാക്കന്മാരും ശ്രദ്ധിക്കണമെന്നാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. സോറി, ഇടയ്ക്ക് ഇമോഷണലായി.